നമ്മളിപ്പോ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മഹാൻ എന്ന് പറയുന്നുണ്ട്, മഹാനാക്കും മനുഷ്യനെ. അതിപ്പോ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും അവന്റെ നന്മവശങ്ങൾ മാത്രമേ ആൾക്കാർ പറയുള്ളൂ. അത് മരണപ്പെട്ട് കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ അവനെ ശപിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇന്നിപ്പോ MD മരണപ്പെട്ടു. MD യെ കുറിച്ച് രായൻ ജോസഫ് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. നമ്മളെ പ്രഗത്ഭരായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്വഭാവമല്ല, അങ്ങനല്ല, ഇങ്ങനെ അവരെ പോലെയല്ല ഇവരെ പോലെയല്ല എന്ന്. ഞാനത് അതിനോട് എതിർക്കുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പാളിച്ചകളുണ്ട്, നമ്മൾ മനുഷ്യരാണ്. പാളിച്ചകളോട് MDയുടെ പേഴ്സണൽ ലൈഫാണ് രാജൻ ജോസഫിന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ ഇന്റർഫെയർ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഒരിക്കലും ഇപ്പോ രാജൻ ജോസഫ് സാർ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് രണ്ടാമത് വേറൊരു കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ഭാര്യ പ്രമീള എന്ന് പറയുന്ന ഭാര്യയെ ഉപേക്ഷിച്ച് ആ പ്രമീളയിലും MDക്ക് ഉണ്ടായ കുട്ടിയുടെ നൃത്തം പഠിപ്പിക്കാൻ കലാമണ്ഡലം സരസ്വതി എന്ന് പറയുന്ന ടീച്ചറിൽ ആകൃഷ്ടനായിട്ട് അവരെ കല്യാണം കഴിക്കുന്നു, മാറുന്നു. പക്ഷെ അതൊക്കെ അവരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്തോരം ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നു. 12 വർഷത്തിന് ശേഷമാണ്, 12 വർഷത്തോളം കൂടെ ജീവിച്ചവരാണ് പ്രമീളയും MD വാസുദേവൻ നായരും. അപ്പോ അങ്ങനെ 12 വർഷം നമുക്കിപ്പോ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. 12 വർഷം ഒരുമിച്ച് ജീവിച്ചവരോട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തുടരാൻ അവർക്ക് ആഗ്രഹമില്ല, അവര് സെപ്പറേറ്റഡ് ആയി, അവിടെ വരെ ഓക്കെ. പക്ഷെ രാജൻ ജോസഫ് പറഞ്ഞതിലേക്ക് കടക്കുമ്പോൾ ബാക്കി വരുന്നത് ഈ പ്രമീള എന്ന് പറയുന്ന ആദ്യ ഭാര്യ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് വാസുവേട്ടനെ അവസാനമായിട്ടൊന്ന് കാണണം എന്നൊരാഗ്രഹം പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നിരസിക്കുകയാണ് MD ചെയ്തത്. അവസാനമായിട്ട് ഭാര്യയെ കാണുക എന്നുള്ളത് ചെന്നില്ല ആള്. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി, അതൊരു റൂമറായിട്ടല്ല, അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പലതും പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാല് MD അവരിന്റെ പ്രമീള രണ്ടാമത് കല്യാണം കഴിച്ചോന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പ്രമീള വീണ്ടും വിവാഹിതയായിട്ട് അറിയില്ല. പ്രമീളയിലുണ്ടായിരുന്ന ആ മകള് അമേരിക്കയിൽ എവിടെയോ ആണ് എന്നുള്ളതാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ അവരിലുണ്ടായ മകളുണ്ട് എന്നിരിക്കലും അദ്ദേഹത്തിന് ചില ബാന്ധവങ്ങൾ. കാര്യം അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ച ഭാര്യ എന്ന് പറയുന്നത് സരസ്വതി എന്നൊരു ഡാൻസ് ടീച്ചറാണ്. അല്ല, ഈ ഒരു മകളുണ്ട്, അവരാണ് ഇപ്പൊ ഈ ആൾക്കാരെയൊക്കെ ക്ഷണിച്ചേക്കൊണ്ട്. അശ്വതി. അപ്പൊ ഇതിനകത്ത് നമുക്ക് MD യെ കുറ്റം പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിക്കും. കാര്യം നമ്മളെല്ലാം ജീവിതത്തില് ഓരോ ചുറ്റിക്കെട്ടുകളിലാണ്. ഇപ്പം കുടുംബവുമായി ചുറ്റിക്കെട്ട് തന്നെയാണ്. ഞാൻ എന്ന വ്യക്തിയായാലും താങ്കൾ ഐശ്വര്യ എന്ന വ്യക്തിയായാലും നമ്മളെല്ലാം അങ്ങനെയാണ്. അപ്പൊ അതിൽ MD പോയില്ല, അദ്ദേഹത്തെ അവരെ കാണാൻ പോയില്ല. ഒരുവേള അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ അവരെ വിട്ടിട്ട് രണ്ടാമത് ഭാര്യയായി വന്ന് ഒരാളുടെ ജീവിക്കുമ്പോൾ അത് സരസ്വതി എങ്ങനെ കാണും എന്ന് ചിന്തിച്ചു കൂടായികയില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരൻ. മനസ്സിന്റെ ചാബല്യങ്ങളാണ് അവിടെ. അവരുടെ ചാബല്യത്തിന് അദ്ദേഹം വില കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ചാബല്യത്തിന് അദ്ദേഹം വില കൊടുത്തു. എവിടുത്തെ സരസ്വതിയുടെ ചാബല്യത്തിന് വില കൊടുത്തതായിരിക്കാം. അഥവാ നമ്മൾ പുറത്തറിയാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും മനസ്സുകൊണ്ട് പൊരുത്തപ്പെടായിക ചിലപ്പോൾ പ്രമീളയായിട്ടുണ്ടായിരിക്കാം. പ്രമീളയെ കാണണ്ടായെന്ന് വെച്ചതിന് അത് അങ്ങനെ ഒരു റീസൺ ഉണ്ടായിരിക്കാം. നമ്മൾക്ക് പുറത്തറിയാവുന്ന കഥകളെല്ലാം ചേട്ടാ അറിയൂ. അല്ല, പ്രമീളയെ കാണാൻ പോയതൊരു കാണാൻ പോവാത്തൊരു തെറ്റായി പോയി എന്നുള്ളത് പറഞ്ഞതുപോലെ മരണം ഒരാളെ വിശുദ്ധനാക്കുമെങ്കിൽ മരണശൈലിയിൽ കിടക്കുന്ന ഒരാളുടെ അവസാന ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കാമായിരുന്നു. അല്ല, അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയാണ്, അദ്ദേഹത്തിന് പോകാമായിരുന്നു. ഇത്രയും ആദ്യ ഭാര്യ എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. 11 കൊല്ലം ഒരുമിച്ച് ജീവിച്ചതാണ്. ഒരുപാട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതിന്റെ കുണ്ടി നമുക്ക് ഉണ്ടായി കാണും. കാര്യം അവർ ഡിവോഴ്സ് ആവുന്നത്. അതെ. അല്ല, ഇതിനകത്ത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ കഥകളിലൊക്കെ തന്നെ ഈ ഒരു ഏകാന്തത, നമ്മൾ കൂട്ടത്തിൽപ്പെട്ടവരാണെങ്കിൽ അവൻ ഒറ്റപ്പെട്ട് നിന്ന് ചിന്തിക്കുന്നതായിട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പല കഥകളിലുമുണ്ട്. അദ്ദേഹം ചിന്തിച്ചിട്ടില്ലെന്ന് ആർക്കറിയാം? രാജൻ ജോസഫിന് അറിയാവോ? ഈ പറയുന്ന എനിക്കറിയാവോ? ഐശ്വര്യക്ക് അറിയാവോ? അപ്പൊ അതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിന്റെ നാനാമുഖങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇഴകീറി എഴുതിയ ഒരു മനുഷ്യനാണ്. ഈ വളർത്തുമൃഗങ്ങൾ എന്ന് പറയുന്ന സിനിമ തന്നെ സർക്കസ് കൂടാരത്തിലെ മൃഗങ്ങളിൽ മനുഷ്യരുടെ മനസ്സും മൃഗങ്ങളുമായിട്ടുള്ള അടുപ്പം, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്ത ഇഴകേറിയ ഒരു കഥയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോ ഞാനോ കലാകാരനുള്ളപ്പോ നമ്മൾ വിചാരിക്കുന്ന അവരിൽ നിന്ന് എക്സ്പെക്ടേഷൻസ് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം, സാധാരണക്കാരൻ ഇതൊക്കെ ചെയ്താൽ പുറം ലോകം അറിയത്തുപോലുമില്ല. ഇപ്പൊ ഉദാഹരണം, അങ്ങനെ 2 ഭാര്യയുള്ള എത്രയോ ഭർത്താക്കന്മാരൊക്കെ പണ്ട് നമ്മുടെയൊക്കെ അപ്പൂപ്പന്റെ കാലത്തൊക്കെ 2 ഭാര്യമാരൊക്കെ ഉള്ളവരുണ്ടാവും. അവർക്കൊക്കെ തന്നെ ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും. ആദ്യ ഭാര്യയെ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിന്നെ ഇവിടെ പറയുമ്പോ ഇപ്പോഴത്തെ ഡിവോഴ്സ് ആവുന്ന ആൾക്കാര് ആദ്യത്തെ ഭാര്യ ഹായ് ബൈ പറയുമായിരിക്കാം. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നിരിക്കില്ല. അല്ല, അന്നത്തെ മനസ്സല്ലല്ലോ ഇന്നത്തെ മനസ്സ്. ഇന്ന് ഡിജിറ്റൽ യുഗമല്ലേ.
ഇന്ന് പിന്നെ ഒരു ഭാര്യ ഭർത്തൃ ജീവിതം എന്നൊക്കെ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹായ് പറയുക, പേപ്പർ ഇടുക, ജീവിതം തീരുക, അത്രയേ ഉള്ളൂ. അല്ല, ഈ വിലാസിനി ടീച്ചർ സുകുമാര അഴീക്കോടിനെ കാണാൻ പോയ ഒരു സംഭവം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, ഉണ്ട്. അപ്പോ ആ കാണിച്ച ആ ഒരു മര്യാദ ഇവിടെയും സുകുമാര അഴീക്കോട് കല്യാണം കഴിക്കാത്തൊരു മനുഷ്യനാണ്. സുകുമാര അഴീക്കോട് ടീച്ചറും കല്യാണം കഴിച്ചിട്ടില്ല. അതാണ് പറഞ്ഞത്. പക്ഷെ വിലാസിനി ടീച്ചറോട് ഭയങ്കര വലിയ ചതി ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ സുകുമാര അഴീക്കോട്. ആണ്. പക്ഷെ എങ്കിൽ അദ്ദേഹം വിഭാര്യനായിരുന്നു. കല്യാണം പോലും കഴിക്കാത്ത മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് സുകുമാര അഴീക്കോട് അവരെ അവസാനം കാണാൻ സമ്മതിച്ചത്. ഇവിടെ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, MDക്ക് ഭാര്യയുണ്ട്, മകളുണ്ട്. അദ്ദേഹം ഒരു കുടുംബമായി സെറ്റിലായി കഴിഞ്ഞു. വാസുവേട്ടനെ കാണണമെന്ന് ആ സ്ത്രീ പറയുമ്പോൾ അത് അവരുടെ മനസ്സിന്റെ ആഗ്രഹമായിരിക്കാം. അദ്ദേഹത്തിന് ആഗ്രഹം ഇല്ലെന്ന് ആര് പറഞ്ഞു? അദ്ദേഹം ഇവിടെ രാജൻ ജോസഫ് പറയുന്നത് പോലെ ഇതൊരു MDയുടെ വലിയ പാപമായിട്ടോ ബാധകമായിട്ടോ ഒന്നും ഞാനും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ MDയെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ രാജൻ ജോസഫ് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരാരെയും പോലെ ഒരാളെ പോലെ എല്ലാ ആരും ഉണ്ടാവുക. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ചേട്ടനെ പോലെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജൻ ജോസഫ് പറയുന്നതിനോട് ചിലതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, ചിലതിനോട് വിയോജിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇന്നത്തെ MDയുടെ കാര്യത്തിൽ പറഞ്ഞത് എനിക്ക് അത്രക്കും കൂടി യോജിപ്പ് തോന്നിയ ഒരു കാര്യമല്ല ഇത്. അത്ര കാണാൻ പോകുന്നതും പോകണ്ടാത്തതും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും മഹത്വം ഒരുപാട് നമുക്ക് പറയാനുള്ള MDയെ സംബന്ധിച്ചും നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ MD മരണപ്പെട്ടു, അതല്ലാതെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കലാകാരന്മാരായ നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ ലൈഫിൽ അവരുടെ ഭാര്യമാരോട് നീതി പുലർത്തിയോ, അല്ലെങ്കിൽ അവരേത് പറയുന്നത് അതൊക്കെ പറയാനാണെങ്കിൽ നമുക്ക് രാജൻ ജോസഫ് ഇനി പ്രഗത്ഭർ പലരും മരിച്ചാലും, അല്ലെങ്കിൽ പോട്ടെ ഇവിടെ ഓരോരുത്തരും ആര് മരിച്ചാലും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ പറയാൻ 100 കഥകൾ ഉണ്ടാവും. അത് ഞാൻ പറയുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് തന്നെ നമ്മൾ വിടുക. കാര്യം നമ്മളിപ്പോ ഐശ്വര്യ പറഞ്ഞ പോലെ നമ്മൾ അവരുടെ എഴുത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അവരുടെ സർഗപ്രക്രിയയാണ് നമ്മൾ ഇഷ്ടപ്പെടുക. ഇപ്പൊ പത്മരാജൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു, P. പത്മരാജൻ, സംവിധായകൻ. അങ്ങനെ ഉണ്ടായിരുന്നു എന്നല്ല, അദ്ദേഹത്തെ അറിയാത്തവരാരുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇന്നും കഥകൾ പറയുന്നവരുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിലെ എഴുത്തുകാരനാണ്. നമ്മളിപ്പോ MDയിലെ എഴുത്തുകാരനെ ഇഷ്ടപ്പെടുന്നു, മോഹൻലാലിനെ നടനെ ഇഷ്ടപ്പെടുന്നു, മോഹൻലാലിനെ പറ്റി പല ഗോസിപ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന അദ്ദേഹം എങ്ങനെയാണോ അത് നമ്മൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിലെ കലാകാരനാണ്. നമ്മൾ MDയെ ഇഷ്ടപ്പെടുന്ന MDയിലെ എഴുത്തിനെയാണ്. MDയുടെ മഞ്ഞ്, MDയുടെ പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ പറഞ്ഞു വന്ന രണ്ടാം ഊഴം, MDയുടെ കാലം, ഇങ്ങനെ നമുക്ക് എണ്ണം പറഞ്ഞ ഇനിയും പറയാനുള്ള അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്ത നിരവധി സൃഷ്ടികളുള്ള. ഉറപ്പായിട്ടും MDയുടെ എഴുത്തുകൾ നമ്മളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അത് ഓരോന്നും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളുടെ നിഴലിന്റെ. നമ്മൾ പറയാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു, നിർമാല്യം എന്ന അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ. അതൊക്കെ ഒരു കാലഘട്ടത്തെ അതിജീവിച്ച ഒരു സിനിമയാണ്. ഇന്ന് ആ സിനിമ എന്ന് പറഞ്ഞ ഒരു സാധനം നമുക്ക് ഇറക്കാൻ പോലും പറ്റൂല. PJ ആന്റണി എന്ന് പറയുന്ന നടന വെളിച്ചപ്പാടന്റെ കഥാപാത്രം ചെയ്തിട്ട് അദ്ദേഹം ആ ദേവി വിഗ്രഹത്തിൽ കാർക്കിച്ചു തുപ്പുകയാണ്. അതൊക്കെ ഇന്ന് ചെയ്യോ? ഇന്നത്തെ ഈ കൊടും വർഗീയതയിൽ അതൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അതൊക്കെ MDയുടെ ഏറ്റവും വലിയൊരു വിജയമാണ്. MD ആ പടം ചിത്രീകരിച്ചതിനെ കുറിച്ചൊക്കെ ഈ അടുത്തിടയ്ക്ക് ആ പടത്തിന്റെ ഇത്രാം വർഷത്തിൽ ഒരു ലേഖനം രണ്ടാം ഊഴത്തിന്റെ കാര്യം. അത് ആ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞുതരാം. ഒരു നോവൽ എന്ന് പറയുന്നത് സിനിമയാകുമ്പോൾ അതിനുള്ള പരിമിതികളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി അല്ല. ഇപ്പം ഐശ്വര്യം ഞാനും നമ്മൾ മുമ്പൊരു വീഡിയോ സംസാരിച്ച സുഹൃത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കഥയല്ല. ആ കഥ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സിനിമ വേറെ, സാഹിത്യം വേറെ. ഇപ്പം എൻ്റെ സ്വന്തം ജാനകിക്കുട്ടിക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട്. അത് കൊച്ചു കൊച്ചു ഭൂമികുലുക്കങ്ങൾ എന്ന് പറഞ്ഞാലുള്ള ഒരു ചെറിയ സിനിമ, ഒരു ചെറുകഥയാണ്. വളരെ മനോഹരമായി ഫാന്റസി പറഞ്ഞൊരു കഥയാണ്. ആ കഥയോളം അത്ര ഭംഗി ഈ സിനിമയ്ക്കില്ല. അപ്പൊ അതുകൊണ്ട് ജീവിതവും നമ്മൾ വായിക്കുന്നതും അത് വായിക്കുന്ന സുഖമില്ല സിനിമയിൽ. എപ്പോഴും വായനയിലൂടെ അറിയുമ്പോ, വായന എന്ന് പറയുമ്പോ എഴുത്തിൽ ഈ ഫാന്റസി കൊണ്ടുപോകുന്നത് എഴുത്തുകാരനും ഒരു മത്ത് പിടിച്ച അവസ്ഥയെത്തും, വായിക്കുന്നവനും മത്ത് പിടിച്ച അവസ്ഥയെത്തും. ഫാന്റസി എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്, ഒരു എഴുത്തിന്റെ ഒരു വല്ലാത്ത സുഖമാണ്. ഒരിക്കലും രണ്ടാം ഊഴം ഒരു സിനിമയായി വന്നാൽ കാണാൻ പറ്റുമോ? രണ്ടാം ഊഴം സിനിമയാകുന്നത് ഒരു വേള എന്തുകൊണ്ട് അമാന്തി ചോദിച്ചാൽ MD തന്നെ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവാം, എന്റെ എഴുത്തിന്റെ സുഖം സിനിമയിൽ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതായിരിക്കാം അദ്ദേഹം ഇങ്ങനെ വെച്ച് താമസിപ്പിച്ചത്. അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം തരാണ്ട് തന്നെയാണ് പോയിരിക്കുന്നത്. എനിക്ക് ഇന്ന് ഓർമ്മയുള്ളത് രണ്ടാം ഊഴം എന്ന അദ്ദേഹത്തിന്റെ നോവല് കലാകൗമുദിയിലെ കണ്ണശയായിട്ടാണ് വന്നത്. അതിൽ നമ്പൂതിരി വരച്ച വരകളാണ് എനിക്ക് ഇന്ന് ഓർമ്മയുള്ളത്.
നമ്പൂതിരി എന്നൊരു നമ്മുടെ ഒരു കഥ വരപ്പുകാരനുണ്ട്, നമ്മുടെ കഥകൾക്ക് ചിത്രം വരയ്ക്കുന്ന വലിയ എഴുത്തുകാരൻ. മോഹൻലാലൊക്കെ അദ്ദേഹത്തിന്റെ ചിത്രമൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നമ്പൂതിരി നമ്പൂതിരി എന്ന് അദ്ദേഹം ഇങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതാറുണ്ട്. ആ നമ്പൂതിരി എന്ന മഹാനായ കലാകാരന്റെ രേഖാചിത്രങ്ങളോട് കൂടി രണ്ടാമൂഴം നമ്പൂതിരിയുടെ അത് ചിത്രങ്ങളോട് കൂടിയാണ്. അത് നമ്മളിങ്ങനെ കണ്ണശ വന്നത് എന്റെ ഓർമ്മ, ഞാൻ എന്റെ കൊച്ചുനാളിൽ കലാകുമുദിയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ രണ്ടാമൂഴത്തിന്റെ ശരിക്കും ഉൾക്കാൻ പറയുന്നതിലും എനിക്ക് ഒറ്റക്കാക്കി പറഞ്ഞ എനിക്ക് 2 തവണ വായിച്ചു. അതിനകത്ത് കാര്യം മഹാഭാരതത്തെ കുറിച്ച് ഒരു സ്റ്റഡി, ഒരു അറിവുണ്ടെങ്കിൽ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിനെ മാത്രം എടുത്തു വെച്ചു. ആദ്യത്തെ വായനയിലും രണ്ടാമത്തെ വായനയിലും നമുക്ക് കൂടുതൽ നമ്മൾ ഉള്ളിലേക്ക് ചെല്ലും. അതിന്റെ ഏതായാലും എഴുത്തിന്റെ സ്പാർക്ക് ഉണ്ടായിരുന്ന പലരെയും MD എഴുത്തിലേക്ക് കൊണ്ടുവന്ന് നാം നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ ഇവിടെ അദ്ദേഹത്തിന്റെ മരണത്തിലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേഴ്സണൽ ലൈഫിൽ ഇങ്ങനെ ഒരു അത് അങ്ങനെയാണ്. മനുഷ്യൻ മരണത്തിൽ മഹാനാകും എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പറ്റിയ വീഴ്ചകളെയും മനുഷ്യൻ പറയും. അതാണ് മനുഷ്യൻ, അതാണ് ലോകം. നന്ദി, നമസ്കാരം.